മാറ്റമില്ലാത്ത ദൈവിക പദ്ധതികളുടെ തുടർച്ചയാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും. മനുഷ്യാതീതമായ കണക്കുകൂട്ടലുകളോടെ തൻ്റെ ഓരോ ശിഷ്യരെയും തെരഞ്ഞെടുത്ത ക്രിസ്തുനാഥൻ തനിക്ക് അനുയോജ്യരാക്കി അവരെ പരിശീലിപ്പിക്കുകയായിരുന്നു. തന്നോട് ചേർന്ന് എന്നാൽ ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിനായി അവരെ പ്രാപ്തരാക്കിയ ഈശോ തൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ തുടർച്ച അവരിലൂടെ ക്രമീകരിക്കുകയായിരുന്നു. ശ്ലേഹന്മാരിലൂടെ അവിടുന്ന് സാധ്യതമാക്കിയ വലിയ ലക്ഷ്യങ്ങളുടെ തുടർച്ച ഇന്ന് നാം ഏവരിലൂടെയും ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരിലൂടെ അവിടുത്തെ രക്ഷ സകല ആത്മാക്കൾക്കും അവിടുന്ന് സമ്മാനിക്കുന്നു. ആ രക്ഷാകര കർമ്മത്തിൽ സവിശേഷമാംവിധം പങ്കാളികളാകുന്ന തൻ്റെ പ്രിയ ശുശ്രൂഷകരുടെ ജീവിതത്തിൽ ആദ്യന്തം അവിടുന്ന് സവിശേഷ ശ്രദ്ധ വച്ചു പുലർത്തുന്നു. ഇരിങ്ങാലക്കുട രൂപതയെയും ഒപ്പം ഒരു വലിയ സമൂഹത്തെയും പടുത്തുയർത്തിയ ഇരിങ്ങാലക്കുട രൂപതയുടെ വലിയ ഇടയൻ മാർ ജെയിംസ് പഴയാറ്റിൽ വിവരണങ്ങൾക്ക് അതീതനാണ്. ഓരോ കാലഘട്ടത്തിലും ദൈവം അദ്ദേഹത്തിന് കനിഞ്ഞു നൽകിയ ഏറെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസുകളിൽ പഠിക്കുമ്പോൾ മുതൽ യാദൃശ്ചികമായി രൂപപ്പെട്ടിട്ടുള്ള അത്തരം സൗഹൃദങ്ങളാണ് ആ ജീവിതത്തെ വലിയ ദൈവകൃപയ്ക്ക് നിദാനമായി മാറുവാൻ സഹായിച്ചത്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിതവും വിധേയത്തിലച്ഛൻ്റെ ഇടപെടലുകളുമെല്ലാം തൻ്റെ ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ചിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഭാവിയിലേക്ക് ദൈവം കരുതി വച്ചിരുന്ന മഹത്തായ പദ്ധതികളിലേക്കായി അവിടുന്ന് തന്നെ ഒരുക്കിക്കൊണ്ടുവന്ന ഒരു ബാല്യമായിരുന്നു ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റേത്. തനതായ കുടുംബ പാരമ്പര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും പകർന്നു നൽകിയ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓ ഭാരതമേ, നിന്റെ രക്ഷയുടെ പ്രഘോഷകർ ഇനിമേൽ നിന്റെ സന്താനങ്ങൾ തന്നെയായിരിക്കും. ഈ വിഖ്യാതമായ വാക്കുകൾ മഹാനായ പോപ്പ് ലിയോ 13-ാമൻ്റേതാണ്. 1890-ൽ ഭാരതത്തിനും ബർമ്മയ്ക്കും സിലോണിനുമായി പ്രത്യേക പേപ്പൽ സെമിനാരി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ വചസ്സുകളായിരുന്നു അത്. ഇന്ത്യയിലെയും ബർമ്മയിലെയും ശ്രീലങ്കയിലെയും സഭയ്ക്ക് ആവശ്യമായ ഭാവി നേതൃത്വത്തെ വാർത്തെടുക്കുക എന്നതായിരുന്നു ആ സെമിനാരിയുടെ ലക്ഷ്യം. പ്രധാനമായി ഭാരതത്തെ ലക്ഷ്യം വച്ച ആ സെമിനാരി സ്ഥാപിക്കപ്പെട്ടത് ശ്രീലങ്കയിലെ കാൻഡിയിലാണ്. അനുഗ്രഹീതമായ ഒരു ഭൂപ്രദേശത്ത് നിർമ്മിക്കപ്പെട്ട ആ സെമിനാരിയിലേക്ക് ബർമ്മയിലെയും ശ്രീലങ്കയിലെയും പ്രധാനമായി ഇന്ത്യയിലെയും മൈനർ സെമിനാരികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന വൈദിക വിദ്യാർത്ഥികളാണ് അയക്കപ്പെട്ടിരുന്നത്. മുമ്പുണ്ടായിരുന്ന ഏറെ മെത്രാന്മാരും വൈദിക പ്രമുഖരും അവിടെ പരിശീലനം ലഭിച്ചിരുന്നവരാണ്. കാൻഡി സെമിനാരിയുടെ 62 വർഷത്തെ ചരിത്രത്തിൽ 700ഓളം വൈദികർ അവിടെ നിന്നും പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതിൽ 51 മെത്രാന്മാരും 3 കർദിനാൾമാരുമുണ്ട്. 1955-ൽ കാൻഡിയിലെ പേപ്പൽ സെമിനാരി പൂനെയിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടുകയുണ്ടായി. തൻ്റെ തൃശൂർ മൈനർ സെമിനാരിയിലെ പഠനത്തിന് ശേഷം ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവ് കാൻഡി സെമിനാരിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഇനി സെമിനാരിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഐ സ്റ്റുഡ് ഫസ്റ്റ്. അപ്പോൾ കാൻഡി സെമിനാരിക്ക് ഒരു സെലക്ഷൻ പരീക്ഷയുണ്ടായിരുന്നു. എല്ലാവരും പരീക്ഷ എഴുതുന്നു. ഞങ്ങൾ 2 പേരുടെ പേപ്പേഴ്സ് അങ്ങോട്ട് അയച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ട്? കാൻഡിയിലേക്ക്. കാൻഡിയിലേക്ക്. ഓക്കെ. അവസാനം ഞങ്ങൾ 2 പേരും ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിലും
ഒരാൾക്ക് ചാൻസ് കിട്ടിയുള്ളൂ. ഒരാൾക്കേ കിട്ടിയുള്ളൂ. പക്ഷെ അവിടുന്ന് ഇങ്ങനെയാണ് അറിയിച്ചത്, കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ 2 പേരിൽ നിങ്ങളാണല്ലോ കുട്ടിയെ നന്നായിട്ട് അറിയുക, നിങ്ങൾ തന്നെ ഈ 2 പേരിൽ ആരെ അയക്കണം നിശ്ചയിച്ച് വിട്ടോളം പറഞ്ഞു. അപ്പോൾ അധികാരികൾ എന്നോട് പറഞ്ഞു, മോനെ നിന്നെ വിടാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ക്യാൻഡി സെമിനാരിൽ പോകുന്ന അവസരം. ക്യാൻഡി സെമിനാരിൽ പോകുന്നത് ക്യാൻഡി സെമിനാരിൽ പോകുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് ക്യാൻഡി സെമിനാരിലേക്ക് പോകുന്നത്. അവിടെ കുന്നംകോട്ട ചടക്കം, കോതമംഗലത്ത് കുന്നംകോട്ട്, എറണാകുളത്ത് 2 പേരും ശങ്കുരിക്കലും തോമസ് കൊടി എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ നിന്ന് ആകെ 4 പേരാണ്. അല്ലല്ല, വേറെയുണ്ട്. വേറെ പാലഞ്ച് കണക്ഷൻ വേറെയൊക്കെ ഉണ്ട്. ഞങ്ങൾ 4 പേരെയും ക്യാൻഡിൽ പഠിക്കുന്ന ഒരാൾ ഫിലോസഫി കഴിഞ്ഞിട്ട് റീജൻസി വന്നിട്ടുണ്ടായിരുന്നു വെക്കേഷന്. അദ്ദേഹത്തെ കൂട്ടിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേര് പോകുന്നു. അങ്ങോട്ട് പോകുമ്പോൾ പാസ്പോർട്ടൊക്കെ വേണം. മണ്ഡപം അവിടെ നിന്ന് കുറേയൊക്കെ എന്ത് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അത് ധനുഷ്കോടി വഴിക്കൊക്കെ പോകണം. അങ്ങനെ പോകുന്നത്. അപ്പോൾ രാമേശ്വരമൊക്കെ കാണാം, പാമ്പാൻ അതൊക്കെ കടന്ന് പോകണം. അപ്പോൾ അതിൽ പോകുമ്പോൾ വാസ്തവത്തിൽ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. പാമ്പാനും അവിടെ റിവറും കാര്യങ്ങളും മത്സ്യങ്ങളൊക്കെ കാണാം. പേടിയൊന്നും തോന്നിയില്ല, ഒരിക്കലും പേടി തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ധാരണ ഇനി പട്ടം കിട്ടി ഒരു 10 കൊല്ലം കഴിയാതെ വരില്ല എന്നാണ്. അതായിരുന്നു പ്ലാൻ. പക്ഷെ അവിടെ ചെന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോൾ സെമിനാരി പൂനെക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. പൂനെക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ വീണ്ടും വീട്ടിലൊന്നും പോകാൻ സാധ്യതയുണ്ട്. കാൻഡിയിലെ പേപ്പൽ സെമിനാരി പൂനെയിലേക്ക് മാറ്റപ്പെട്ടതിന് ശേഷം പൂനെയിലേക്കെത്തിയ ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ തുടർന്നുള്ള വർഷങ്ങൾ ദൈവനിശ്ചിതമായ സ്വാഭാവികതയോടെ മുന്നേറി. ചെറുപ്പകാലം മുതൽ തന്നെ ദൈവം അറിഞ്ഞു നൽകിയിരുന്ന സ്വഭാവ സവിശേഷതകളുടെ വെളിച്ചത്തിൽ ഒരു മാതൃകാ വിദ്യാർത്ഥിയായി തന്നെ മുന്നേറിയ അദ്ദേഹം ആ കാലഘട്ടത്തിൽ തനിക്കുമേലുള്ള ദൈവനിയോഗത്തെ വ്യക്തതയോടെ തിരിച്ചറിഞ്ഞു. പൂനെ സെമിനാരിയുടെ തുടക്കത്തിൽ ചില അപര്യാപ്തതകൾ അവിടെയുണ്ടായിരുന്നു. അടിസ്ഥാനപരമായ ചില സൗകര്യങ്ങൾക്കായി വിദ്യാർത്ഥികളും ഏറെ അധ്വാനിക്കേണ്ടിയിരുന്നു. ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങൾ ആ കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന സഹപാഠികൾക്കിടയിൽ ശക്തമായൊരു ബന്ധം സൃഷ്ടിച്ചിരുന്നതായി അദ്ദേഹം സ്മരിക്കുന്നു. ഞങ്ങൾ സെമിനാരി ഷിഫ്റ്റ് ചെയ്ത് വന്നു എന്നതുകൊണ്ട് തുടക്കത്തിൽ ഈ പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പല സൗകര്യങ്ങളില്ല അവിടെ. പിന്നീട് പല സൗകര്യം ഉണ്ടായിരിക്കുന്നത്. വളർന്നു വരുന്നതേ ഉള്ളൂ. അതെ, നമ്മുടെ വള്ളമറ്റച്ചനൊക്കെ ഉണ്ടല്ലോ, അറിയാലോ. വള്ളമറ്റച്ചൻ നല്ല തടിയും ആരോഗ്യവാനും. പിന്നെ മറ്റൊരു കോളേജിൽ പഠിച്ച തൊട്ടിയിലച്ചനില്ലേ, അവർ നല്ല ആരോഗ്യമുള്ളവരാണ്. അവരൊക്കെ ഒത്തിരി തത്തുപണിയെടുക്കുമായിരുന്നു. പുതിയ കോർട്ട് ഉണ്ടാക്കണം, ഗാർഡൻ ഉണ്ടാക്കണം, പലതും ഉണ്ടാക്കേണ്ടതുണ്ട്. എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ആ ഇനീഷ്യേറ്റീവിൽ തുടക്കത്തിൻ്റെ ഇല്ലായ്മയിൽ പലതും ബിൽഡപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തന്നെ. ഇത് അങ്ങനെ ഒന്നാമത്തെ സെമിനാറിൽ എല്ലാവരും ഒരു 150 പേരുണ്ടെന്ന് വിചാരിക്കുക. പേപ്പൽ സെമിനാറിൽ 150 പേരുണ്ടാകാം. എല്ലാവരും കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡിനോബിലി കോളേജ് ജെസ്യൂട്ട്സിൻ്റെ ഉണ്ട്, അവർ SVDസിൻ്റെ ഉണ്ട്, OS ഫാദേഴ്സിൻ്റെ, അവരൊക്കെ ഉണ്ട് സ്റ്റഡി ഹൗസുകളായിട്ട്. എല്ലാം കൂടുകയാണെങ്കിൽ ഒരു 10-400-500 പേരുണ്ടാവും. ഇനി പേപ്പേഴ്സ് ഞാൻ പറയുന്നത് എല്ലാവരും നന്നായിട്ട് അറിയാൻ പറ്റും. ഒരു 100-150 പേരുണ്ട്, കൃത്യമായിട്ട് എല്ലാവരും അറിയാം. വളരെ ഫ്രണ്ട്ഷിപ്പില്ല. കാര്യം തിയോളജിയൻസായിട്ട് ഞങ്ങൾക്ക് അത്ര മിങ്ങളാൻ പറ്റില്ലെങ്കിലും കൊല്ലത്ത് 5-6 പ്രാവശ്യമേ ഉള്ളൂ അവരായിട്ട് മിങ്ങളാൻ പറ്റുക. പക്ഷെ എല്ലാവരും അറിയുന്നുള്ളതാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ എല്ലാ ക്ലാസ്സിലും 1-2 പേര് ബിഷപ്സ് ആവാനുള്ളവരുണ്ടായിരുന്നു. ദാറ്റ് ഇസ് റിയലി ഗ്രേറ്റ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇനി ആരോഗ്യം അവർ നല്ല എൻ്റെ ഓർമ്മയിലുണ്ട്. ആരോഗ്യമാണ് നന്നായിട്ട് ഓർമ്മയുണ്ട് തന്നെ. ഇനി പവത്തിൽ പിതാവ് എൻ്റെ ജസ്റ്റ് ജൂനിയറാണ് പൂനെയിൽ. അത് MA ഒക്കെ പാസ്സായിട്ട് വന്നിരിക്കുന്നത്. എന്നാലും പ്രീ മെട്രിക് ക്ലാസ് മുതൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 7 കൊല്ലം ഒരുമിച്ച് അവിടെയുണ്ട്. പല ക്ലാസ്സുകളും ഒരുമിച്ചുണ്ടായിട്ടുണ്ട് തന്നെ.
കാൻഡി സെമിനാരിക്ക് ശേഷം പൂനെയിലും സെമിനാരി അഭ്യസനത്തിൽ തുടർന്നു പോന്നിരുന്ന ചില സവിശേഷതകളുണ്ടായിരുന്നു. റോമിൻ്റെ പ്രത്യേക ശ്രദ്ധ എക്കാലവും ഉണ്ടായിരുന്ന അവിടെ ഏറ്റവും മികച്ച ഒരു അധ്യാപക വൃന്ദവും മികച്ച രീതിയിൽ പരിശീലിപ്പിക്കുവാൻ ഉതകുന്ന സാഹചര്യങ്ങളുമാണ് ഉണ്ടായിരുന്നത്. മികച്ചൊരു നേതൃനിര ഭാരതസഭയിൽ ഉയർന്നു വരണമെന്ന വ്യക്തമായൊരു ദിശാബോധത്തോടെയായിരുന്നു സെമിനാരിയുടെ രീതികൾ. ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ എല്ലാ ക്ലാസുകളിലും പിൽക്കാലത്ത് മെത്രാന്മാരായി തീർന്ന സഹപാഠികളുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മിക്കുന്നു. പൂനെയിലാണ് മുഴുവൻ ഫിലോസഫിയും തിയോളജിയൊക്കെ. അപ്പോൾ അതിൽ ഞാൻ ഡിസ്റ്റിങ്ഷനോടുകൂടി തന്നെ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുണ്ട്, ഫിലോസഫി എടുത്തിട്ടുണ്ട്, തിയോളജി എടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. അവിടുത്തെ അനുഭവങ്ങളൊന്ന് ഓർക്കാമോ? തീർച്ചയായിട്ടും ഓർക്കാം. ഒന്നാമത് പേപ്പൽ സെമിനാരിക്കാണ് ഫാക്കൽറ്റി ഒക്കെ ഉള്ളത്. എല്ലാം ജെസ്യൂട്ട് ഫാദേഴ്സാണ്. ഞങ്ങളെ പഠിച്ച അധികം പേരും ഫോറിൻ ഫാദേഴ്സാണ്. വളരെ ചുരുക്കേ മറ്റ് അച്ഛന്മാരേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഫോറിൻ ഫാദേഴ്സായിരുന്നു. ഫിലോസഫി പഠിക്കുന്ന, തിയോളജി പഠിക്കുന്നത് എല്ലാം ജെസ്യൂട്ട്സാണ് തന്നെ ആ കാലത്ത്. ഇപ്പോൾ ജെസ്യൂട്ട്സ് വിട്ട് ചിലരൊക്കെ പാറത്താഴക്കാർ അച്ഛനൊക്കെ നടത്തുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നു. അണ്ടായിസം പ്രീസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോഴുണ്ട്. പക്ഷെ അന്ന് എല്ലാം ജെസ്യൂട്ട്സ് തന്നെയാണ്. അതും ജെസ്യൂസ് അധികം ഭാഗം ഫോറിനേഴ്സ് തന്നെയാണ് തന്നെ. അങ്ങനെയായിരുന്നു ആ പഠനമൊക്കെ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഐ വാസ് വെരി പറ്റി കീപ്പ് ഓൾ ദ റൂൾസ്. എല്ലാ നിയമം കൃത്യം പാലിക്കുന്ന നിർബന്ധമായിരുന്നു എനിക്ക്. അതോടെ സമയം തന്നെ കമ്മ്യൂണിറ്റി സർവീസ് പലതും ഉണ്ടാകുമല്ലോ, അവിടെ ഞാൻ പങ്കുചേരുമായിരുന്നു. ഐ വാസ് നെവർ എൻ എക്സംപ്ലറി സ്റ്റുഡൻറ്റ്. സ്റ്റഡി കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും. ഒരു മോഡൽ ബോയാണ്, റോൾ മോഡൽ എന്ന് പറയില്ലേ, അത്തരത്തിലായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാമായിരിക്കും. ഒന്ന്. ഇനി ഞാൻ ഈ സെമിനാരിൽ ചേരുമ്പോൾ എൻ്റെ സീനിയർ ക്ലാസ്സിലുള്ള എല്ലാ ബാച്ചിൽ നിന്നും ബിഷപ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും. വലിയ ഭാഗ്യം തന്നെയാണ്. എൻ്റെ കൂടെ പഠിച്ചവർ എൻ്റെ ബാച്ചിൽ നിന്ന് 4 പേര് ബിഷപ്സ് ഉണ്ട്. സെമിനാരിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു സ്റ്റഡി ഹൗസ് വന്നവരുണ്ടല്ലോ. ഒന്നൊരു ജെസ്യൂട്ടാണ്, അദ്ദേഹം പാറ്റ്ന ബിഷപ്പായി. ബെനഡിക്ട് ഓസ്റ്റ, അദ്ദേഹം മരിച്ചൊരു 3-4 മാസം മുമ്പ്. പിന്നെ ഒരാൾ MSFS ആണ്, ബിഷപ്പ് സൊസൈറ്റി ഫ്രാൻസിസ് സാരസ് എന്ന് പറയും. അദ്ദേഹം ഗുണ്ടൂർ ബിഷപ്പായി ആദ്യം, പിന്നീട് വിശാഖപട്ടണം ബിഷപ്പായി. ആ വിശാഖപട്ടണം ക്രമേണ ആർച്ച് ബിഷപ്പായി. വാസ്തവത്തിൽ പൂനെയിൽ പഠിച്ചതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളുമായി വളരെ അടുത്ത ബന്ധം. അതന്നെ. പിന്നെ റൂർക്കൽ പുതിയ രൂപത വന്നപ്പോൾ ഒരു SVD എന്ന് പഠിച്ചിരുന്ന എൻ്റെ സഹപാഠിയാണ്. അദ്ദേഹം ഒരു ആദിവാസിയാണ്. ഹി വാസ് എ ഫസ്റ്റ് ബിഷപ്പ് ദെയർ. അപ്പോൾ എൻ്റെ ബാച്ചിൽപ്പെട്ട 4 പേര് ബിഷപ്സ് ഉണ്ട്. ഏറെ അനുഗ്രഹീതമായൊരു സാഹചര്യത്തിലായിരുന്നു ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ പൗരോഹിത്യ സ്വീകരണം. 1961 ഒക്ടോബറിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ ആ സുദിനം ചില സവിശേഷതകൾ ഉള്ളതായിരുന്നു. ഒരു മിഷണറിയാകുവാൻ ചെറുപ്പം മുതൽ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന് തൻ്റെ പൗരോഹിത്യ സ്വീകരണ ദിവസം മിഷണറിമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ദിനമായിരുന്നു എന്നത് സന്തോഷകരമായ ഒരോർമ്മയാണ്. അതോടൊപ്പം ഭാരതത്തിൻ്റെ ആദ്യ കർദിനാളായിരുന്ന കർദിനാൾ വലേരിയൻ ഗ്രേഷ്യസ് ആദ്യമായി പൂനെ സെമിനാരിയിലെത്തി പൗരോഹിത്യം നൽകിയതും അദ്ദേഹത്തിനായിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണം ഊഷ്മളമായ ഓർമ്മകൾ നിറഞ്ഞതായി മാറി. വാസ്തവത്തിൽ കാൻഡി സെമിനാരിൽ പഠിച്ച് ഡോക്ടർക്ക് എടുത്ത ബോംബെയിലെ ആർച്ച് ബിഷപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ കർദിനാൾ വലേരിയൻ ഗ്രേഷ്യസ് ഉണ്ട്. അദ്ദേഹം തൻ്റെ ആൽമാറ്റിൽ വന്ന് പട്ടം കൊടുക്കട്ടെ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ടേൺ വന്നപ്പോഴാണ് അതിന് അവസരം കിട്ടിയുള്ളൂ. അടുത്ത ദൈവനിയോഗം. അതെ അദ്ദേഹം വന്നു. ഇനി എൻ്റെ പട്ടമൊക്കെ പൂനെ തന്നെ ആയിരിക്കുമല്ലോ എന്നാഗ്രഹിച്ചപ്പോൾ അങ്ങനെ നടക്കുള്ളൂ. എന്നാൽ അതിന് മുമ്പ് ആരും പുറത്തേക്ക് വിടാൻ അനുവദിക്കാറില്ല. അപ്പോൾ എൻ്റെ വീട്ടുകാർ വിചാരിച്ചു, ദൈവം ഇനി പട്ടം കിട്ടുമ്പോൾ അധികം പേരൊന്നും പോകാൻ പറ്റില്ലല്ലോ, പൂനെക്ക് വരണമല്ലോ. അതെ. അതുകൊണ്ട് ഫിലോസഫി കഴിഞ്ഞ സന്ദർഭത്തിൽ ആലപ്പാട്ട് പിതാവിനോട് പറഞ്ഞു,
ആസ്തപ്പാട് പട്ടം ടോൺഷർ എന്ന് പറയും. അന്ന് ഈ പട്ടം വടിക്കുന്ന പരിപാടിയുണ്ട്. അന്ന് ആദ്യത്തെ. അപ്പോൾ അത് ഇവിടെ നടക്കുകയാണെങ്കിൽ നന്നായിരിക്കുമല്ലോ, പിതാവ് അനുവദിക്കുമെന്ന് ചോദിച്ചിട്ട് പിതാവ് അതിന് തയ്യാറായി. പൂനെ ചെന്നതിന് ശേഷം തിയോളജി തുടങ്ങുകയാണ്. അവിടെ ചെന്നതിന് ശേഷം 1-ാം പട്ടം, 2-ാം പട്ടം, 3-ാം പട്ടം, 4-ാം പട്ടം, 5-ാം പട്ടം, 6-ാം പട്ടം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് വൈദികപ്പട്ടം, കുർബാനപ്പട്ടം. ഇതെല്ലാം പൂനെ വെച്ച് നടന്നിരിക്കുന്നത്. അതിൽ ഡയഗ്നറ്റ് വരെയുള്ള എല്ലാവരും അവിടെ പൂനെയിലെ ബിഷപ്പ് ആൻഡ്രൂസ് ഡിസൂസ പിതാവാണ് തന്നിരിക്കുന്നത്. അദ്ദേഹം ക്യാൻഡി പഠിച്ച ആൾ തന്നെയാണ്. ഇനി എൻ്റെ ഓർഡിനേഷന് ഭാഗ്യത്തിന് ഇന്ത്യയിലെ ആദ്യ കർദിനാൾ കൂടിയായിരുന്ന ബോംബെയിലെ ആർച്ച് ബിഷപ്പ് വലേൻ ഗ്രേഷ്യസ് പിതാവാണ് വന്നത്. എൻ്റെ വീട്ടിൽ 8 പേര് വന്നിട്ടുണ്ട്. എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എൻ്റെ അപ്പൻ വരണം, അമ്മയില്ല. എൻ്റെ 2 ജ്യേഷ്ഠന്മാരുണ്ട്, എന്നെ താഴെയുള്ള സിസ്റ്റർമാരുടെ നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റെയിൽവേയിലുണ്ടായിരുന്ന അങ്കിളും അങ്ങളുടെ ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും വേറെ എൻ്റെ അമ്മയുടെ ആങ്ങള എന്ന് പറയുന്ന ഒരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു സഹപാഠിയും ഞങ്ങളുടെ കുടുംബക്കാരൻ്റെ വേറെ, അങ്ങനെ 8 പേര് കേരളത്തിൽ നിന്ന് ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. ഈ 8 പേരും കഴിഞ്ഞ 1961 ഒക്ടോബർ മാസം 3-ാം തീയതി. അത് കാരണം ഒക്ടോബർ മാസം 3-ാം തീയതി കൊച്ചുത്തറ തിരുനാളായിരുന്നത്. മിഷൻ്റെ മധ്യസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്നവരൊക്കെ ഒരു മിഷൻ സ്പിരിറ്റ് മുന്നോട്ട് പോകേണ്ടവരാണല്ലോ. അതുകൊണ്ട് മിഷൻ്റെ മധ്യസ്ഥയായി കൊച്ചുത്തറ തിരുനാൾ ദിവസമാണ് അവിടെ നിന്ന് യോജിച്ചത്. പൂനെ വന്നതിന് ശേഷം എല്ലാവരും പട്ട ദിവസം അതായിരിക്കും എന്നുള്ളത്. അങ്ങനെ അന്നാണ് അത് സംഭവിക്കണേ. ഇനി പട്ടം അവിടെ തന്നെ നടന്നാൽ മതി എന്ന് ആലപ്പാട്ട് പിതാവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ക്യാൻഡിയിലും പൂനെയിലൊക്കെ പട്ടം അവിടെ വെച്ച് നടക്കാറ്. അതിന് ശേഷമാണ് അച്ഛന്മാർ തിരിച്ചു വരുള്ളൂ. ഇനി മോൻ്റെ കാലം വരുന്ന സമയത്ത് എന്നോട് പറയാണ്, പട്ടം നാട്ടിൽ പോയി നടക്കാം എന്ന് തീരുമാനം വന്നാൽ പോലും പോരണ്ട. കാരണം പട്ടം ഒരുക്കാൻ ധ്യാനം കഴിഞ്ഞ് ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പോഴേക്കും കുറേ ഡിസ്ട്രാക്റ്റഡ് ആകും. അപ്പോൾ ഏറ്റവും സെറീൻ ആൻഡ് സ്പിരിച്വൽ ആയിരിക്കും ആ പട്ടത്തിൻ്റെ സ്വീകരണ സമയം. അതുകൊണ്ട് പോരണ്ടെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സ് ഒരുങ്ങിയിരിക്കുമ്പോൾ അവിടെ വെച്ച് ചെയ്യണം. അതാണ്. അപ്പോൾ ക്യാൻഡിൽ പഠിക്കാൻ പറ്റി എന്നതും കൂടുതൽ ജസ്റ്റിഡ് ഫോർമേഷൻ ലഭിച്ചു എന്നത് വലിയ അനുഗ്രഹം കാണാറുണ്ട്. അപ്പോൾ എൻ്റെ കോട്ടോ ആംസിലൊക്കെ എവിടെയും കാണും AMDG എന്ന് കാണാം. ആദ് മയോരം ദേയി ഗ്ലോറിയം എന്നുള്ള ദൈവത്തിൻ്റെ ഉത്മഹത്വത്തിന് എന്നുള്ള ആദ്യത്തെ ലാറ്റിൻ പദങ്ങളുടെ ആദ്യ അക്ഷരമാണ് AMDG. അതായത് ജസ്റ്റിഡ് ഫോർമേഷൻ കിട്ടിയല്ലോ. ഈശ്വരസാവരൻ ശ്രീകൃഷ്ണ അതിൻ്റെ ഭരണഘടന എഴുതുമ്പോൾ ഒരു 360 പ്രാവശ്യം ഏറെ നാം ചെയ്യുന്നതെല്ലാം ദൈവരൂപം ഉപകാരപ്പെടുന്ന ആയിരിക്കണമെന്ന് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം നോക്കുകയാണെങ്കിൽ മിക്കവാറും കയ്യിൽ AMDG എന്ന് കാണാം ചിത്രീകരിച്ചതായിട്ട്. അതുവരെ JMJ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ ഞാൻ ക്യാൻറ്റീനിൽ പോയതിന് ശേഷം പിന്നെ AMDG എന്നായി. ഒരു ലെറ്റർ എഴുതുകയോ എന്ത് ചെയ്താലും AMD എന്ന് എഴുതി ഞാൻ തുടങ്ങുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു വിജ്ഞാപനമായാലും ഇടയിലൊക്കെ AMDG കാണാം. പൂനെ പേപ്പൽ സെമിനാരിയിൽ പരിശീലനം പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവ് തിരികെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ ലഭിച്ച അവസരങ്ങൾ ഏറെ തിളക്കമാർന്നവയായിരുന്നു. തൃശൂർ രൂപതയിലെ പ്രധാന ഇടവകകളിലൊന്നായ പാവറട്ടി സെയിൻറ് ജോസഫ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി തുടങ്ങി. തുടർന്ന് തൃശൂർ ലൂർദ് കത്തീഡ്രലിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഉപരിപഠനത്തിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് ആ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. പുതിയ തലമുറകളുമായി ഇടപെടുന്നതിനും വ്യക്തമായ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നതിനും കൂടുതൽ വിശാലമായ ഒരു ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനുമായി ദൈവമൊരുക്കിയ വലിയ അവസരങ്ങളായിരുന്നു തുടർന്നുണ്ടായിരുന്നത്. ഓർഡിനേഷൻ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കുറച്ച് നാൾ അവിടെ പഠിക്കേണ്ടതുണ്ട്. പഠനം പൂർത്തിയായിട്ടില്ല. ഓർഡിനേഷൻ ഒക്ടോബർ നടന്നുവെങ്കിലും മാർച്ചിലാണ് എൻ്റെ എല്ലാ പരീക്ഷയും കഴിഞ്ഞ് ഞാൻ പോരുന്നത്. മാർച്ച് 15-നാണ് ഞാൻ പരീക്ഷ നന്നായിട്ടൊക്കെ എഴുതി. അന്ന് തന്നെ ഞാൻ ട്രെയിൻ കയറി ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ഞാൻ പട്ടം കിട്ടി ഇവിടെ വന്നു. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഞാൻ പറഞ്ഞു പാവർട്ടിയിൽ എന്നെ അസിസ്റ്റന്റ് നിയമിക്കുന്നു. അവിടെ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. എല്ലാ വീടിനും ഞാൻ പോയിട്ടുണ്ട്. അവിടെ പല സംഘടനകളും അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോഴും വാസ്തവത്തിൽ പാവർട്ടി എന്ന് കണ്ടാൽ അതെൻ്റെ ആദ്യത്തെ ശുശ്രൂഷരംഗമായിരുന്നു. ഇപ്പോഴും കാര്യം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അവിടെയായിരിക്കുമ്പോൾ എനിക്ക് ഈ ലൈസൻഷിപ്പൊക്കെ ഉള്ള കാരണം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രീ ഡിഗ്രി ഇല്ലാതെ വേണ്ട ഡിഗ്രി എടുത്ത് പോകാം. അങ്ങനെ അവിടെ നിന്ന് എന്നെ ലൂർദിലേക്ക് മാറ്റുകയാണ്. ലൂർദ് കത്തീഡ്രൽ തൃശ്ശൂർ. അവിടെ അസിസ്റ്റൻ്റ് വരുന്നു. അവിടെ അസിസ്റ്റൻ്റായ അവസരത്തിൽ ഞാൻ കോളേജ് ചേർന്ന് പഠിക്കുകയാണ്. അങ്ങനെ BA എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതെ. അതും ക്ലാസ്സിൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സമ്മാനം കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. അവിടെ നമ്മൾ കോളേജിലേക്ക് സമ്മാനം കിട്ടുമല്ലോ. പക്ഷെ അതേസമയം സങ്കടം എന്ന് വെച്ചാൽ SLC ഹയസ്റ്റ് മാർക്ക് കിട്ടി പോന്നിട്ടും ഒരു റെക്കഗ്നേഷൻ ഉണ്ടായില്ല, ഒരു സമ്മാനം കിട്ടിയില്ല. അതേസമയം തന്നെ പിന്നെ ഞാൻ കോളേജ് പഠിപ്പിക്കുന്ന കാലത്ത് എന്ത് ചെയ്തെന്നറിയാമോ, ചില അവസരങ്ങളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ പോകാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച എല്ലായിടത്തും സ്കോളർഷിപ്പിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പഠിച്ച LPയിലുണ്ട്, UPയിലുണ്ട്, ഹൈസ്കൂളിലുണ്ട്, ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം തൃശൂർ രൂപതയ്ക്ക് കീഴിൽ വൈവിധ്യമാർന്ന ഇടപെടലുകളോടെ മുന്നേറിയ 17 വർഷക്കാലം. ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിൻ്റെ ജീവിതത്തിൽ ഏറെ നിർണായകമായിരുന്ന ആ കാലഘട്ടം അദ്ദേഹത്തിലെ നേതൃഗുണത്തെയും ആത്മീയ മനുഷ്യനെയും ഒന്നുപോലെ പണിതുയർത്തുവാൻ സഹായകമായി. പഠനശേഷം സെയിൻറ് തോമസ് കോളേജിൽ അധ്യാപകനായും ഹോസ്റ്റൽ വാർഡനായും ചാർജ് എടുക്കുകയും ഒപ്പം ഒട്ടനവധി സാമൂഹികവും സഭാപരവുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. സഭൈക്യ രംഗത്തും അജപാലന രംഗത്തുമുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പ്രത്യേകം പ്രസ്താവ്യമാണ്. ഭാവിയിൽ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനായി ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന അവിടുത്തെ പ്രിയ ശുശ്രൂഷകനെ ആ വീഥിയിൽ കഴിവുറ്റവനാക്കി ദൈവം ഒരുക്കുകയായിരുന്നു. അവിടുന്ന് നൽകിയ അവസരങ്ങളെയെല്ലാം വിവേകത്തോടെയും വിധേയത്വത്തോടെയും ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവ് ദൈവത്തിൻ്റെയും സഭാ നേതൃത്വത്തിൻ്റെയും മുന്നിൽ പ്രീതിതനായി മാറി. ഞാൻ വാസ്തവത്തിൽ BA ഡിഗ്രി എടുക്കാമെന്നല്ലാതെ അതിനപ്പുറം ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇക്കണോമിക്സ് ഇഷ്ടമായിരുന്നോ? മാത്സ് എനിക്ക് ഇഷ്ടമായിരുന്നേ. പക്ഷേ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ എന്നോട് അതോറിറ്റീസ് പറയുകയാണ്, ലിറ്ററേച്ചർ പഠിക്കുക, ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്തുതന്നെയായാലും. അത് കഴിഞ്ഞതിന് ശേഷം ഐ വാസ് ആസ്ക്ഡ് ടു ടീച്ച് ഇൻ ദ കോളേജ്, സെന്റ് തോമസ് കോളേജ് തൃശ്ശൂർ. അതെ, ഐ വാസ് ആസ്ക്ഡ് ടു ബി ദ ഹോസ്റ്റൽ വാർഡൻ ഓൾസോ. വലിയ അനുഭവമായിരിക്കുമല്ലോ. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്ങനെ എനിക്ക് ചാൻസ് തരുന്നത്. കാരണം എൻ്റെ കൂടെ പഠിച്ച മറ്റേ അച്ഛൻ ഹോസ്റ്റലിൽ നിന്ന് MA എടുത്തിരിക്കുന്നത്. ഞാൻ തോപ്പസ് നിന്നിട്ട് അന്ന് പൂങ്കുന്നം പള്ളിയുടെ ചാർജ് എനിക്കുണ്ട്, ഇതൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതൊരു ഹോസ്റ്റൽ പരിചയമുള്ളവർ അദ്ദേഹം ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ കയ്യിലാന്ന് തോന്നുന്നു വീഴുന്നത്. അന്ന് കേരളത്തിലെ മിക്കവാറും പ്രദേശങ്ങളിലെല്ലാം കുട്ടികൾ ഒന്ന് പഠിക്കുന്ന ഒരു കോളേജാണ്. അതെ. ഇനി അവിടെ ഹോസ്റ്റലിൽ വരുമ്പോൾ അന്ന് പള്ളിയിൽ കുർബാനയ്ക്ക് വെച്ചിട്ടില്ല, വെക്കേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യം ചെയ്ത് കുർബാന അർപ്പിച്ച് വിശുദ്ധാനയോട് വെച്ചു. അപ്പോൾ യേശു തന്നെ എല്ലാ കാര്യം നോക്കട്ടെ, ആ മട്ടിയിലാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ്. ഞാനവിടെ ആയിരിക്കുമ്പോൾ കുറേ കാര്യം ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ഒന്ന് യൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. IKFൻ്റെ ഏതാണ്ട് 12 വർഷത്തോളം അവിടെ ചാർജ് വഹിച്ചിട്ടുണ്ട് തൃശ്ശൂർ. സോൺ ചാപ്പലിലും ഞാനായിരുന്നു. പിന്നെ അതങ്ങനെ അന്ന് നമ്മുടെ വത്തിയൻ കൗൺസിലിൻ്റെ അതിലേക്ക് വന്ന ശേഷം തുടങ്ങിയതായിരിക്കുന്ന പാസ്റ്റർ കൗൺസിലുണ്ട്. തുടക്കം മുതൽ അതിൽ ഞാൻ മെമ്പറാണ്. പ്രീ സെനറ്റും ഉണ്ടാകുന്നു അതിൻ്റെ വെളിച്ചത്തിൽ. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. തൃശ്ശൂർ ഒരു എക്യുപ്മെൻറ്റ് കമ്മിറ്റി ആരംഭിച്ചും ഞാനുണ്ട്. അതിന് സെക്രട്ടറി ആയിരുന്നു ബിഷപ്പ് വരുമ്പോൾ. മാത്രമല്ല തൃശ്ശൂർ ഒരു റിന്യൂവൽ ഇയർ ആയിരുന്നു ആ വർഷം, ഒരു നവീകരണ വർഷം. അതിൻ്റെ ടീമിൽ ഞാനുണ്ട്. ആ ടീമിൽ ഉണ്ടെന്ന് മാത്രമല്ല അവിടെ സെമിനാറിനെ കണ്ടക്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരുന്നത്.
തൃശൂർ സെയിന്റ് തോമസ് കോളേജിലെ ബഹുമാനപ്പെട്ട പഴയാറ്റിൽ പിതാവിന്റെ അനുഭവങ്ങൾ ഏറെ തീക്ഷ്ണമാണ്. ഒരുപക്ഷേ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാതെ ദൈവീക ഇടപെടലുകളുടെ പിൻബലത്തിൽ ഒരു കോളേജ് അധ്യാപകനായി തീർന്നുവെങ്കിലും കോളേജ് മാനേജ്മെന്റും വിദ്യാർത്ഥികളും അദ്ദേഹത്തെ അസാധാരണമാം വിധം വിലമതിച്ചിരുന്നു. ജീവിതവീഥികളിലെന്നും ഏവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കുവാൻ ദൈവം അദ്ദേഹത്തിന് കൃപ നൽകി. വ്യത്യസ്തങ്ങളായ ജീവിതവീഥികളിലൂടെ അദ്ദേഹത്തെ നയിച്ച ദൈവം വിഭിന്നങ്ങളായ സംസ്കാരങ്ങളിലൂടെ അദ്ദേഹത്തെ ഒരുക്കിയെടുത്തു. ഒപ്പം തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഏറെ വ്യക്തികളുടെ ഇടപെടലുകളും അദ്ദേഹം സ്മരിക്കുന്നു. 1963 മുതൽ 71 വരെ സെയിന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പാളായിരുന്ന ഫാദർ തോമസ് മൂത്തേടൻ പിതാവിന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. മൂത്തച്ഛൻ ഭയങ്കര കഴിവോടുകൂടെ മിടുക്കൻ, ഏത് വിഷയം ഹാൻഡിൽ ചെയ്യാൻ മിടുക്കനാണ്. മാത്സാണ് അതിന് സബ്ജക്റ്റായിരുന്നത്. അതിന് എല്ലാ കുട്ടികളും പരിചയം കിട്ടാൻ വേണ്ടിയിട്ട് ചില ജനറൽ സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, അത് ഹാൻഡിൽ ചെയ്യും. ചിലപ്പോൾ സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ്സുകൾ അത് കുട്ടികൾക്ക് വയ്ക്കും. മാത്സ് 5 മണിക്ക് കണ്ടിന്യൂസ് ആയി ക്ലാസ് എടുക്കും. 5 മണിക്കൂർ. അതവിടെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, പറയാൻ പറ്റുകയില്ല. ആ കാലത്താണ് അദ്ദേഹം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറമെ ഈ ബൈബിളിൻ്റെ കംപ്ലീറ്റ് മലയാളം ട്രാൻസ്ലേഷൻ ആദ്യമായിട്ട് പുറത്തു വരുന്നത് മൂത്തനജാവിലൂടെയാണ്. അത് BNM പ്രസ്സിലാണ് പ്രസൻറ്റ് ചെയ്തത് നമ്മുടെ ഇവിടെ. അത് സമ്മതിക്കണം കേട്ടോ. അദ്ദേഹം 12 മണിക്കൂർ ജോലി ചെയ്യും. ദാറ്റ് വേ. അത് നന്നായിട്ട് സംസാരിക്കും, കുട്ടികളോട് സ്നേഹമാണ്. അതിൻ്റെ ഒത്തിരി റാങ്കുകൾ അവിടെ കോളേജിലുണ്ടാകാറുണ്ട്. വളരെ പ്രശസ്തമായ രീതിയിലേക്ക് കോളേജ് നയിച്ചു. അതെ നയിച്ചു. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ സർവീസ് മറ്റു ചിലർ കിട്ടിക്കൊള്ളുന്നുണ്ടായിരുന്നു. നാഗ്പൂർ ഒരു മേജർ സെമിനാർ തുടങ്ങിയപ്പോൾ പൂരിയൻ്റെ പെർഫോമൻസ് കണക്കിലെടുത്തിട്ടായിരിക്കാം എൻ്റെ സർവീസ് അവിടെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആലപ്പാട്ട് വിധം സമ്മതിച്ചില്ല. ഒന്ന് പിന്നെ കോട്ടയം സെമിനറി ഉണ്ട്, മെയിൻ സെമിനറി കോട്ടയം. അവിടെ 4 പ്രൊഫസേഴ്സിന് മാറ്റേണ്ടതുണ്ട്, എന്തോ കാരണം കൊണ്ടൊക്കെ. പുതിയ പ്രൊഫസർ വേണം. അവിടുത്തെ റെക്ടറേറ്റിനും അവിടെ സ്റ്റാഫ് അച്ഛനും കൂടി ആലപ്പാട്ട് വിധാനോട് പറഞ്ഞു എൻ്റെ സർവീസ് കിട്ടണമെന്ന്. എൻ്റെ സർവീസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഫിലോസഫി പഠിപ്പിക്കാം, തിയോളജി പഠിപ്പിക്കാം, ഇംഗ്ലീഷും പഠിപ്പിക്കാം, എവിടെയും കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അവർ നോക്കുമ്പോൾ പറ്റിയ ആളായിട്ട് കണ്ടു. കോളേജിൻ്റെ പ്രിൻസിപ്പൽ മൂത്തനച്ഛനാണ്. അന്ന് വികാരി ജനറലായിരുന്ന വാഴപ്പള്ളി അച്ഛനാണ്, സക്രസ് വാഴപ്പള്ളി അച്ഛനാണ്. അതെന്നെ മനസ്സിലെ ആദ്യത്തെ റെക്ടറാണ്, മനസ്സിലെ റെക്ടറാണ്. അദ്ദേഹമാണ് വിക്കർ ജനറലും കോളേജ് മാനേജരും. അപ്പോൾ പിതാവ് പറഞ്ഞു, എന്താ കോളേജിൻ്റെ മാനേജർ ഇവിടെയുണ്ട്, കോളേജ് പ്രിൻസിപ്പൽ ഇവിടെയുണ്ട്, ഞാനും കോളേജിൽ ബന്ധപ്പെട്ട ആളാണല്ലോ, അവർ ഡിസിഷൻ എടുക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇൻഡിഫറൻ്റ് ആണ്, ഇവിടെയാണെങ്കിൽ ഇവിടെ, അങ്ങോട്ട് പോകണോ, അധികം എന്ത് പറയുന്നു, യെസ്, അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. മൂത്തനച്ഛൻ പറഞ്ഞേ, ഇവിടെ വേറെ അച്ഛന്മാർ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്, ഏത് അച്ഛൻ വേണമെങ്കിൽ കൊണ്ടുപോകാം. ജെയിംസ് അച്ഛനോട് ഞാൻ സമ്മതിക്കില്ല. ജെയിംസ് അച്ഛനോട് പഠിപ്പിക്കാൻ വേണം, ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകാൻ വേണം, ഹോസ്റ്റൽ വാർഡിനായിട്ട് കണ്ടിന്യൂ ചെയ്യും വേണം. യു വാസ് വെരി പർട്ടിക്കുലർ. അത് ശക്തമായിട്ട് ശടിച്ചു. അങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ ഞാൻ ബിഷപ്പായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. തനിക്ക് അനുയോജ്യമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരഭിഷിക്തനെ ദൈവം വഴി നടത്തുകയും ഉയർത്തിയെടുക്കുകയും ചെയ്യുന്ന കാഴ്ച ഏറെ വിസ്മയനീയമാണ്. ഓരോ മനുഷ്യാത്മാവിനെക്കുറിച്ചും വ്യക്തമായ സ്വപ്നങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അവിടുന്ന് നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇപ്രകാരം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നുവെന്ന തിരിച്ചറിവ് ഏറെ മനോഹരമാണ്. ഓരോ നിമിഷവും ശക്തമായ ദൈവീക ഇടപെടലുകൾക്കായി ആഗ്രഹിച്ചുകൊണ്ട് ഈ അഭിഷിക്തന്റെ ജീവിതത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, ഇപ്പോൾ യു ആർ ഗോയിങ് ടു ബിഷപ്പ് ന്യൂ ഡയസിസ്, നോ, ആർ യു ഹാപ്പി എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേക സന്തോഷമില്ല, ഒരു ദുഃഖവും ഇല്ല. പണ്ടേ എന്നെ കർത്താൻ സമർപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ നിറവേറ്റാൻ സമർപ്പിച്ചെന്നതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. രൂപത ഇനിഷ്യേറ്റീവ് എടുത്ത് സ്ഥലം വാങ്ങി പണിതതാണ് ഇപ്പോൾ കാണുന്ന കൊടുങ്ങല്ലൂർ ഈ ഭാഗത്തുള്ള ആ സെൻറ്റ് ചർച്ച് കേട്ടോ. അത് പണിയാൻ ഇനിഷ്യേറ്റീവ് ഇൻട്രസ്റ്റൊക്കെ എടുത്തിട്ടുള്ളത് ഈ പൊന്നീഷായുള്ള അച്ഛന്മാരാണ്. മാതാവിന് വലിയ ഭക്തി ഉണ്ടായിരുന്നുകൊണ്ട് മാതാവിൻ്റെ പേരിലാണ് പലതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാസ്തവത്തിൽ കേരളത്തിൽ അധികം പെൺകുട്ടികൾ മേരി, മറിയാമ്മ ആ പേരുകൾ അറിയപ്പെടുന്നത്. നമ്മുടെ പള്ളികളിൽ 3
ഒന്നെങ്കിലും മാതാനാമത്തിൽ നാമത്തിലുള്ള അത് ഇതുകൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ട് കാരണം. അപ്പോൾ ആ പള്ളിയെ സെൻറ്റ് മേരീസ് ചർച്ച് പേര് കൊടുത്തു.